ഹായ് ഹലോ. ഇന്നെപ്പോലെ ക്ലോത്തിങ് ബ്രാൻഡ് നടത്തുന്ന എത്ര ആൾക്കാരുണ്ട് അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ സ്റ്റോക്ക് എടുക്കുന്നത് എവിടുന്നാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ അജ്മേറ ഫാഷനെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ടോ? അതിന് ഒരു പ്രൊമോഷൻ വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ വിശ്വസിച്ചിട്ട് ഒരു വീഡിയോ അല്ല, ഒരുപാട് പേര് പ്രൊമോഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനെ പറ്റിയിട്ട് ആരാന്നൊന്നും ഞാനിവിടെ ക്ലിയർ ആക്കണില്ല. അപ്പം ഇന്നെ പോലെ തന്നെ നിങ്ങളും കണ്ടിട്ടുണ്ടാവും ആരൊക്കെയാണ്. നല്ല പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാരാണ് ചെയ്തിട്ടുള്ളത്. ആ വീഡിയോ കണ്ടിട്ട് ഹസ്ബൻഡും ഫ്രണ്ടും കൂടെ ഗുജറാത്ത് പോയി. ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അവിടെ പോയപ്പോഴാണ് വമ്പൻ തട്ടിപ്പാണ് നടക്കുന്നത്. ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു തേങ്ങാക്കോലി മാങ്ങാക്കോലി അവിടെ ഇല്ല, ഒന്നുമില്ല. സാധനങ്ങളുണ്ട്, ക്വാളിറ്റി ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതിന് നല്ല പൈസയുണ്ട്. അല്ലാതെ ഇവർ പറയുന്ന പോലെ 45 റുപ്യ, 95 റുപ്യ, 100 രൂപ, 150 രൂപ, ഇതിനൊന്നും ക്വാളിറ്റി ഉള്ള ഐറ്റംസോ ക്വാളിറ്റി ഉള്ള സാധനങ്ങളോ ഒന്നും അവിടെ ഇല്ല. അവിടെ പോയപ്പോ 100 റുപ്യന്റെ താഴെയുള്ള സാധനങ്ങളെ അവിടെ ഇല്ല. ഈ പ്രൊമോഷൻ ചെയ്യുന്നവർ എന്തൊക്കെയാ ചെയ്യുന്നത്? അവരെ തമ്പനയിൽ എന്താണ് 85 റുപ്യക്ക് സൽവാർ സെറ്റ്, 45 റുപ്യക്ക് സാരി. തേങ്ങ പൈസക്കും വേണ്ടിയിട്ടാണെങ്കിലും ആൾക്കാരെ പറ്റിക്കരുത്. അങ്ങനെ ഈ ഒരു വീഡിയോ വിശ്വസിച്ചിട്ടാണ് നമ്മൾ അവിടെ ചെല്ലുന്നത്. അപ്പൊ അവിടുത്തെ മലയാളി സ്റ്റാഫുകൾ തന്നെ പറയണത് എന്താ അറിയാം, ശരിക്കും ഈ ഇൻസ്റ്റാഗ്രാമർ ഈ വീഡിയോയിൽ പറയുന്നത് വളരെ സത്യസന്ധമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഗുജറാത്ത് ബേസ് ചെയ്ത് സൂറത്തിലൊക്കെ നമ്മൾ ബിസിനസ് ചെയ്യുന്നതാണ്. കാരണം അവിടെ ഒരുപാട് ഇത്തരം തട്ടിപ്പുകളുണ്ട്. ഈ അജ്മീറ ഫാഷനെ പോലത്തെ ചില സ്ഥാപനങ്ങളിൽ പോയി പെട്ടുപോകുന്നു. കാരണം ഇവിടെ ഇതിൽ ആദ്യം ചെയ്യുന്ന തെറ്റാരാ അറിയോ? ഇത്തരം ഇൻസ്റ്റഗ്രാമർമാരെയും അല്ലെങ്കിൽ യൂട്യൂബർമാരെയും ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഇവരെ എത്തിപ്പെടുന്നത്. പിന്നീട് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് യഥാർത്ഥത്തിൽ ഇത്തരം ചെറിയ വിലക്ക് വസ്ത്രം കിട്ടോ ഇല്ലേ എന്നുപോലും സത്യം പോലും അറിയാതെ ഇവർ ഇതേക്കുറിച്ച് വീഡിയോ ചെയ്യും. കാരണം ഈ വീഡിയോ ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാമേഴ്സിനും യൂട്യൂബേഴ്സിനും ആകെ പണം മാത്രം കിട്ടിയാൽ മതി. ഒരുപാട് ആളുകളുടെ സ്വപ്നമാണ് ഈ ക്ലോത്തിങ് ബിസിനസ്സൊക്കെ. പക്ഷേ അവർ ആ സ്വപ്നത്തിന് വേണ്ടിയിട്ട് അവർ എടുത്ത് സ്വരുക്ക് കൂട്ടി വെച്ച പൈസ വെച്ചിട്ടായിരിക്കും ഇത്തരം കെണിയിൽ പോയിട്ട് പെടുക. പക്ഷേ അവരെ ആ കെണിയിൽ പോയിട്ട് പെടുകയും ചെയ്യും. യഥാർത്ഥ സത്യം ഇവരറിയുക പോലുമില്ല. സത്യത്തിൽ ഈ യൂട്യൂബേഴ്സിനോ ഇൻസ്റ്റാഗ്രാമേഴ്സിനോ ഇതിൻ്റെ യഥാർത്ഥ വശം മനസ്സിലാക്കാനോ ചിന്തിക്കാനോ സമയമില്ല. അതേസമയം ഇൻസ്റ്റാഗ്രാമേഴ്സിനും യൂട്യൂബേഴ്സിനും പണം കിട്ടും. പക്ഷേ എന്ത് തന്നെയായാലും ഇത്തരം സാഹചര്യങ്ങളിൽ ഒരുപാട് ആളുകൾ പറ്റിക്കപ്പെടുന്നുണ്ട്. ഒരു മേഖലയെക്കുറിച്ച് അറിയുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരുപാട് ആളുകൾ പറ്റിക്കപ്പെടുന്നുണ്ട്. ഒരിക്കലും ചെറിയ വിലക്ക് കിട്ടുന്ന വസ്ത്രമാണ് എന്ന് വെച്ച് ചാടിക്കടന്ന് നമ്മൾ അത് വാങ്ങിയിട്ട് നമ്മൾ ഒരിക്കലും പറ്റിക്കപ്പെടരുത്. കാരണം എന്താ അറിയോ, എപ്പോഴും ഒരു ഉൽപ്പന്നം ചെറിയ വിലക്ക് കിട്ടുന്ന വസ്തുവാണ് എന്ന് ഒരു യൂട്യൂബർ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറോ നിങ്ങളോട് വിളിച്ച് പറയുന്നുണ്ടെങ്കിൽ ഓടിച്ചെന്ന് ഇവിടെ നിന്ന് അത്രയും ദൂരത്ത് നമ്മൾ കേരളത്തിൽ നിന്ന് അവിടെ എത്തിപ്പെട്ട് പിന്നീട് നമ്മൾ ആ ഒരു ചതിയിൽ പോയിട്ട് ഒരുപാട് ആളുകൾ പെടുന്നുണ്ട്. കാരണം ഞാൻ ആ കണ്ട സാഹചര്യ അവസ്ഥകളാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്.